ഈ CPM-ന്റെ ഒരു ഡബിൾ ടക്കർ കളിയില്ലേ, അതാണ്. അതെന്താ ടീച്ചറെ ഈ ഡബിൾ ടക്കക്കളി? അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് CJP ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. നിങ്ങൾ കണ്ടല്ലോ അല്ലെ, TV ആകെ പാറ്റക്കൂട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം അതൊക്കെ പിന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. അതെന്താ ടീച്ചറെ വല്ലാണ്ട് അങ്ങോട്ട് മോങ്ങുന്നു? കരച്ചിലും സങ്കടം നിൽക്കാൻ വയ്യേ? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുകൊണ്ട് സങ്കടത്തിലാണ് ആ ടീച്ചർ? അതെന്താ ടീച്ചറെ രാജിവെച്ചു എന്ന് പറയുന്നത്? രാജിവെച്ചതല്ല, രാജിവെപ്പിച്ചതാണ്. കൂട്ടങ്ങള് അത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. ആ ആഘോഷത്തിന്റെ ഇടയിലും പോലീസുകാരെ വരെ നല്ല വൃത്തിക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം പോലീസുകാരാ? ആ പോലീസുകാരെ മുഴുവൻ അവിടെ വന്നിരിക്കുന്നത് അവർ വൃത്തിക്ക് കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് അതൊന്നും പോലീസുകാരല്ല ടീച്ചറെ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് ശരിക്കും ഞങ്ങൾക്ക് അർഹതപ്പെട്ട തന്നെയാണ്. പാറ്റക്കൂട്ടങ്ങളെന്ന് വിളിച്ച് കളിയാക്കുന്നത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അപ്പം ഞങ്ങളുടെ സമര പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് രാജിവെച്ചത്. അതിൽ ഞങ്ങൾ സന്തോഷിക്കും, ആഹ്ലാദിക്കും, അതെല്ലാം ചെയ്യും. പോലീസ് നല്ല വൃത്തിക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞല്ലോ. എന്താ, ഒരു പോലീസുകാരന് നെയിം പ്ലേറ്റ് ഇല്ല, ഒറിജിനൽ പോലീസാണ്. അതൊക്കെ പോലീസുകാരാ, സ്വന്തമായിട്ട് നിങ്ങളുടെ സാഹിയിൽ നിന്ന് ഇറക്കിയ പോലീസുകാരില്ലേ, അവരെ വിട്ട് നല്ല വൃത്തിക്ക് തല്ലിച്ചതച്ചു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതൊന്നും പോലീസുകാരല്ല, ഗുണ്ടകളാണ്. അതായത് നിങ്ങൾ വളർത്തുന്ന BJP വളർത്തുന്ന ഗുണ്ടകളാണ് എന്നാണ് ടീച്ചറെ. നാട്ടിൽ മുഴുവൻ ജനസംസാരം ഇതാണ്, നിങ്ങളെ വളർത്തിയ ഗുണ്ടകളാണ് എന്നാണ്. അതൊന്നും പോലീസല്ല. പിന്നെ അവിടെ നടന്ന അനിഷ്ട സംഭവങ്ങളൊക്കെ നമ്മൾ TV കാണുന്നുണ്ടല്ലേ, എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോ ഇതൊന്നും കേസെടുക്കാൻ പാടില്ല. ആര് നമ്മളെ ബ്രിട്ടാസേട്ടനും ശരിക്കും എന്റെ ടീച്ചറെ, നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞ കുറെ ഗുണ്ടകളെ ഇറക്കി തല്ലിച്ചയച്ചതും പോരാഞ്ഞ വിദ്യാർത്ഥികളെ മുഴുവൻ തല്ലി കൈയും കാലും ഒടിച്ചു. ഒരുപാട് അക്രമ സംഭവങ്ങൾ നിങ്ങളാണ് സൃഷ്ടിച്ചത്. സമാധാനപരമായിട്ട് റോസാപ്പൂ കൊണ്ട് സമരം ചെയ്യാൻ വന്നവരെ നിങ്ങളാണ് പീരങ്കി ഉപയോഗിച്ചും തോക്ക് ഉപയോഗിച്ചും തല്ലിച്ചയച്ചും. എന്നിട്ടും സമരക്കാർ പോകാതെ നിന്ന് സമരം ചെയ്തവർക്ക് നേരെ ഒരുപാട് അക്രമങ്ങൾ അയച്ചുകൊണ്ട് നിങ്ങളാണ്. അപ്പോൾ അതിൽ പ്രതിഷേധം തന്നെയാണുള്ളത്. ഞങ്ങളുടെ പ്രതിഷേധത്തിലൂടെ നിങ്ങളെ രാജിവെപ്പിക്കുകയും അതുമാതിരി തന്നെ ടീച്ചറെ ആരുടെ പേരിലും ഒരു കേസും എടുക്കാൻ പാടില്ല എന്ന് ബ്രിട്ടാസ് പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ഒരു വിദ്യാർത്ഥികളുടെ പേരിലും ഒരാളുടെ പേരിലും കേസ് എടുക്കാൻ പാടില്ല പറഞ്ഞ ന്യായമായ കാര്യം തന്നെയാണ്. അതിനിപ്പോൾ ടീച്ചർക്ക് ചൊറിയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാരും കൂടി ഒത്തൊരുമിച്ചിട്ട് BJP അങ്ങ് ഇല്ലാതാക്കാന്ന് വിചാരിച്ചുണ്ടാക്കിയ സംഭവമല്ലേ ഈ കൂറകളാ. അതെ, എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നീ ഭരണം ശരിയില്ലാത്താണ്ട് ഈ അഴിമതിയിലെ ഭരണം ശരിയല്ല, നിങ്ങളുടെ ഭരണമേ അഴിമതിയിലെ ഭരണം ആയതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള സമരം തന്നെയാണ്. അതിലിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത്ര നല്ല ഭരണമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരുപാട് അഴിമതികൾ നടത്തിയതിന്റെ പേരിൽ തന്നെയാണ് ആ സമരം നടന്നതും. അത് മുഴുവൻ വിദ്യാർത്ഥികളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ടുമായിട്ട് മറ്റുള്ളവരും കൂടിയെന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സമരം ചെയ്തത്. ഇപ്പൊ തന്നെ റിസൾട്ട് കിട്ടില്ലല്ലോ. 2029 ആകുമ്പോഴേക്കും പല റിസൾട്ടുകൾ വരും. അതെന്താ ടീച്ചറെ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ഭരണം മോശമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രകടനങ്ങൾ എല്ലാവരും കൂടി ചേർന്നത്. എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ സംഭവം നടക്കുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവറ്റകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഡൽഹി പോലീസിനെ കുറ്റം പറയുന്ന കുറെ ദേശത്തിന്റെ മക്കളുണ്ട്, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥിയെയും ജനങ്ങളെയും മൊത്തത്തിൽ തല്ലിച്ചയച്ച് എല്ലാവരെയും വികലാംഗരും അംഗവൈകല്യം ആക്കി തീർത്ത നിങ്ങൾ ഇപ്പൊ പറയുന്നു ഡൽഹി പോലീസ് അവരെ എന്താണ് തല്ലിച്ചയച്ചതിൽ കുറ്റമില്ലാന്ന്. എന്താ ടീച്ചറെ, ഡൽഹി പോലീസ് ആണ് നിങ്ങളുടെ അമ്മായിന്റെ മകളാ? എല്ലാവരും പറഞ്ഞ പോലെ അത് ശരിയാ, ഡൽഹി പോലീസ് പറഞ്ഞാൽ അത് കുറച്ച് പോലീസുകാരുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ അമ്മായിന്റെ മകളാണ്. അപ്പൊ നിങ്ങളുടെ അണ്ടറിലുള്ള ആൾക്കാരാ. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ അവർക്ക് അത് പറയാലോ. അതുകൊണ്ടായിരിക്കും അമ്മായിക്ക് ഇത്ര വേദന. കുറച്ച് അമ്മായിന്റെ മക്കൾക്ക് തല്ലി കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ വേദന കൊണ്ട് അമ്മായി ഇവിടെ വന്ന് മോങ്ങുന്നത്. കേരളത്തിൽ നിന്നും മലപ്പുറത്തു നിന്നും തിരൂരിൽ നിന്നൊക്കെ അവിടെ വാഹനങ്ങൾ കുറെ എടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട്. എന്തെന്ന് ഞങ്ങള് CJP ആന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ ടീച്ചർ എങ്ങനെ ഒരു സംഭാഷണം? കേരളത്തിൽ നിന്ന് പറഞ്ഞു, ഓക്കെ ശരി. അപ്പൊ കേരളത്തിൽ നിന്നും മലപ്പുറത്തു നിന്നും തിരൂരിൽ നിന്നും വാഹനങ്ങൾ വിട്ടിരിക്കുന്നു. എന്ത് വേണം വിട്ടത്? അമ്മായി വിട്ട വാഹനങ്ങളാ പോയതൊക്കെ. എന്റെ അമ്മായി ഇത്തരത്തിലുള്ള എന്ത് പറഞ്ഞാലും അമ്മായിക്ക് ഒരു ഡയലോഗാണ്, വാണം വിട്ട പോലെ പോയിന്ന്. എന്താ അമ്മായി വേറെ ഒന്നും പറയാനില്ലേ? ഒരു സംസ്കാരത്തോടു കൂടി എങ്ങനെ സംസാരിച്ചോളൂ? ഇതൊക്കെ എന്ത് വാക്കുകളാ? അമ്മായിക്ക് എന്ത് പറഞ്ഞാലും തിരൂര്, കോഴിക്കോട്, മലപ്പുറം ഈ ഭാഗത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ എന്താ ഒരു ഇടയിളക്കവും ചൊറിച്ചിലും. അതത്ര ശരിയായിട്ടുള്ള കാര്യം തന്നെ. എന്ത് പറഞ്ഞാലും എന്താ അവിടെയൊക്കെ മുസ്ലിം ആയതുകൊണ്ട് അമ്മയ്ക്ക് ചൊറിയുന്നുണ്ട്. വന്നത് ഗൾഫിൽ നിന്ന് മുഹമ്മദ് ഷാജി എന്ന് പറഞ്ഞിട്ട് 23 പേരെ ഈട ഓസിന് വിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊരുത്തനുണ്ട് വിട്ടിട്ട്. ഇവർക്കൊക്കെ ഈ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണെന്നാണ് ആർക്കും മനസ്സിലാവാത്തത്. അതെന്താ ടീച്ചറെ, ഈ മുഹമ്മദ് ഷാജി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഒരു ചോദിച്ചു, അത് മുസ്ലിം പേരാണല്ലോ. അവിടെ നിന്ന് 23 പേരെ ദുബായിൽ നിന്ന് വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അമ്മായി. അതായത് മുസ്ലിമുകളായ അവിടെ നിന്ന് 23. അത് ഈ മുസ്ലിമുകളിൽ മാത്രം എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ അവരാണ് ഈ വർഗീയത പരത്തുന്നത്, വർഗീയത നടത്തുന്നത്. അപ്പം നിങ്ങൾ വർഗീയതയെ പറയുന്നില്ല. ഏറ്റവും വലിയ വർഗീയവാദികളും വർഗീയത പറയുന്നത് നിങ്ങളാണ്. ഇപ്പൊ നിങ്ങളുടെ നാവിൽ തന്നെയാണ് വേർതിരിച്ച് മുസ്ലിം 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 ഇങ്ങനെ പറഞ്ഞ് അകറ്റി നിർത്തുന്നത്. അപ്പൊ ഏറ്റവും വലിയ വർഗീയതവാദികൾ അമ്മായി തന്നെയല്ലേ? എന്നിട്ട് നിങ്ങൾ പറയുന്നു അവരാണ്. അവരെ ED കൊണ്ട് അന്വേഷിക്കട്ടെ, ED തന്നെ അന്വേഷിക്കട്ടെ. എന്താണ് അവരുടെ ഈ പണം ഉണ്ടാകാനുള്ള സ്രോതസ് കുറവെന്ന്. അത് അമ്മായിക്ക് എവിടെ നിന്ന് എത്രയും പണവും സ്രോതസ്സും എവിടെ നിന്ന് ഉണ്ടാകണം? അത് ആദ്യം അന്വേഷിക്കണ്ടേ? അതായത് അമ്മായി ദിവസം വന്ന് ഇങ്ങനെ വന്ന് കുരയ്ക്കുകയും BJPക്ക് വേണ്ടി താങ്ങുകയും പറയുകയും ചെയ്യുമ്പോൾ അപ്പൊ അമ്മായിക്ക് ഇതിനുള്ള സ്രോതസ്സും കൂടി കാണണമല്ലോ. അമ്മായിക്ക് എവിടെ നിന്നാണ് വരുന്നത്? ശരീന നല്ല വരുമാനം ഉണ്ട് അല്ലേ? അതുമാതിരി കറക്റ്റായിട്ടുള്ള ന്യൂസുകൾ അമ്മായിക്ക് എത്തിച്ചേരുന്നു മുഹമ്മദ്. അതുമാതിരി ഒരുപാട് മുഹമ്മദ് ഖാലിനെ വെറുതെ വിടുക, പാകിസ്ഥാൻ, അതൊക്കെ പറയാൻ ആളുകൾ എത്തിച്ചേരുന്ന ഓരോ മേറ്ററുകളാണ്. അതാകുമ്പോൾ അമ്മായിക്ക് ഇരുന്ന് ചൊറിഞ്ഞാൽ മതിയല്ലോ. അതൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പൊ അവർക്കറിയാം ആരെയൊക്കെയാ പിടിക്കേണ്ടത് എന്നുള്ളത്. നിങ്ങളായിട്ടൊന്നും പറഞ്ഞു കൊടുക്കണ്ട CPM-ന്റെ നേതാക്കന്മാരെ, കേട്ടോ.
അതെ അതെ, അവർക്കറിയാം ആരെയൊക്കെ പിടിക്കണമെന്ന്. അമ്മായിന്റെ അണ്ടറിലാണല്ലോ ED ഒക്കെ ഉള്ളത്. അമ്മായി പറഞ്ഞു വിടും. അമ്മായി പറഞ്ഞു വിട്ടാൽ ED പോയി പിടിക്കും. കാരണം അമ്മായി പറഞ്ഞാൽ കേൾക്കുന്നവരാണ് ED എന്നാണ് അമ്മായിന്റെ വിചാരം. അപ്പൊ അമ്മായി പറഞ്ഞു വിടും. അമ്മായിന്റെ കസ്റ്റഡിയുള്ള ED പോയി അന്വേഷണം നടത്തട്ടെ, എവിടെ നിന്ന് പണം വന്നതെന്നുള്ള സ്രോതസ് എവിടെ നിന്ന് കണ്ടെത്തട്ടെ. അമ്മായി പറഞ്ഞാൽ കേൾക്കുന്നതാണ് അമ്മായിന്റെ വിചാരം. എന്താ അമ്മായി വെച്ച ആളാ ED. അതിപ്പോ ടീച്ചർക്കും അറിയാമല്ലോ ശരിക്കും ആരെയാ പിടിക്കേണ്ടതെന്ന്. കൃത്യമായി പിടിക്കേണ്ട ആളുകളെ തന്നെ പിടിച്ചിട്ടാണല്ലോ ഈ പൈസ സമ്പാദിക്കുന്നത്. എവിടെ നിന്നാണ് ഉറവിടുന്ന അമ്മായിക്ക് എവിടെ നിന്ന് പണം. അതുമാതിരി കൃത്യമായി പിടിക്കേണ്ടവരെ പിടിച്ച് വാർത്തകൾ ഉണ്ടാക്കി അത് പടച്ചു വിട്ട് ആളുകളെ ഭിന്നിപ്പിക്കുകയും ചിതറിപ്പിക്കുകയും ചെയ്യുമ്പോൾ അമ്മായിക്കും കിട്ടുണ്ടാകുമല്ലോ നല്ലൊരു വിധം പണം. അതും എവിടെ നിന്നാന്നുള്ളത് ED അന്വേഷിക്കട്ടെ. എന്താ അമ്മായി ശരിയല്ലേ? അപ്പൊ ടീച്ചർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും പഠിപ്പിക്കുന്നതും ശാഖയിൽ നിന്നാണോ അതോ എവിടെ നിന്നാണോ പണം വരുന്നതെന്ന് അവരും കണ്ടുപിടിക്കട്ടെ. ഈ നാട്ടിലൊരു ജനസംസാരമുണ്ടേ, അമ്മായിക്ക് ഇതുപോലെ പണം വരുന്നതും അവർ പണം കൊടുത്തിട്ടാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നതെന്ന്. അമ്മായിക്ക് അറിയാലോ കൃത്യമായി ആരെ പിടിക്കണം. പിന്നെ എന്റെ വീഡിയോയിൽ താഴെ കമന്റ് ഇടുന്ന ചില ചേട്ടന്മാർ പറഞ്ഞു ഇതിനൊന്നും ടീച്ചറെ എന്ന് വിളിക്കരുത് എന്ന്. എന്റെ ചേട്ടാ, അത് യഥാർത്ഥത്തിൽ ടീച്ചർ തന്നെയാണ്. അത് നമ്മളെ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നില്ല എന്നുള്ളൂ. പല കാര്യങ്ങളും അറിയാത്ത പ്രായത്തിലുള്ള കുട്ടികൾക്ക് അറിയുന്ന പ്രായപൂർത്തിയാകാത്ത സമയത്ത് പലവർക്കും പഠിപ്പിച്ചു തരുന്ന ടീച്ചർമാരില്ല പല കാര്യങ്ങളും. അതുമാതിരി പഠിപ്പിച്ചു തരുന്ന ടീച്ചറാ. അപ്പൊ നമുക്കൊക്കെ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന അറിവില്ലാത്തതും അറിയാത്തതുമായ പല കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്ന ടീച്ചറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ടീച്ചറെ എന്ന് വിളിച്ചത്. നമുക്കല്ല, ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചറാ. ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, അപ്പം അറിയാം ശരിക്കുള്ള ടീച്ചറാണോ അല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് ടീച്ചറെ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി വേണമെങ്കിൽ ടീച്ചറെ നമുക്ക് അമ്മായി ആക്കണമെങ്കിൽ ആക്കാം, അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ എങ്കിലും എനിക്ക് ടീച്ചറെ വിളിക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം.